നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും ലഭിക്കുന്ന കോഴപ്പണം ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ അന്വേഷണ തുമ്പായിരുന്നു ലൈഫ് മിഷൻ കോഴക്കേസ്. ലൈഫ് മിഷൻ കേരളത്തിൽ ഉയർന്നു വരുന്നതിന് മുന്നേ തന്നെ ED നിരീക്ഷണത്തിലായിരുന്നു. വിദേശ പണം സ്വീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ലംഘിച്ച് പണം എത്തിക്കുകയും അത് ഡോളറാക്കി തിരികെ അവിടെ തന്നെ എത്തിക്കുകയും ചെയ്തതിലെ അസ്വാഭാവികതയിൽ നിന്നാണ് കാര്യങ്ങളുടെ തുടക്കം. വടക്കാഞ്ചേരിയിലെ പ്രളയബാധിതർക്ക് ഭവനമൊരുക്കാനുള്ള ലൈഫ് മിഷൻ പദ്ധതിയുടെ നിർമ്മാണ കരാർ നേടാൻ 4,50,00,000 രൂപ കോഴയും കമ്മീഷനും നൽകിയെന്നുള്ള കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. നയതന്ത്ര പാർസൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ കൂട്ടുപ്രതികളായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ, സ്വപ്ന സുരേഷ് എന്നിവർക്ക് പുറമെ നിർമ്മാണ കമ്പനിയായ യൂണിടാക്കിന്റെ ഉടമ സന്തോഷ് ഈപ്പൻ എന്നിവരാണ് ലൈഫ് മിഷൻ കേസിലെയും പ്രതികൾ. ലൈഫ് മിഷൻ മുൻ CEO UV ജോസ്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എന്നിവരുടെ മൊഴികൾ ഏറെ നിർണായകമാണ്. എന്നാൽ ലൈഫ് മിഷൻ കോഴക്കേസിൽ അഴിമതി പണത്തിന്റെ നല്ലൊരു പങ്കും വിദേശത്തേക്ക് കടത്തിയത് അവിടെ സ്വീകരിച്ചതാരെന്നുള്ള ചോദ്യം നിഴലിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. EDയുടെ അന്വേഷണത്തിൽ വിദേശത്ത് പണം സ്വീകരിച്ച് പല ബിസിനസ്സുകളിലായി നിക്ഷേപിച്ചിരിക്കുന്ന വ്യക്തിയെ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ നേതാവിന്റെ മകനായ അദ്ദേഹം വിദേശത്ത് വലിയ കമ്പനികളിലാണ് നിക്ഷേപം ഇറക്കിയിരിക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. കുറ്റപത്രത്തോടൊപ്പം ആവശ്യമായ തെളിവുകളും ED ഹാജരാക്കാൻ സാധ്യതയുണ്ട്. തുടരന്വേഷണത്തിൽ വിദേശത്തുള്ളവരെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനാണ് തീരുമാനം. ലൈഫ് മിഷൻ കോഴക്കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായ EDയുടെ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പകൽ പോലെ വെളിച്ചമായ കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ നിയമനം മുതൽ വടക്കാഞ്ചേരി പദ്ധതി താളം തെറ്റുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും EDയുടെ കൈവശമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെയാണ് ഇത്രയും വലിയ കൊള്ള നടന്നതെന്ന് വിശ്വസിക്കാൻ ED തയ്യാറല്ല. പിണറായി വിജയന് നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുന്നതിനെ പകരം ആത്മവിശ്വാസം തകർക്കുകയാണ് ED ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായിക്ക് ചുറ്റുമുള്ളവരെയെല്ലാം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അന്വേഷണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുക്കുന്നതുവരെ നീട്ടിക്കൊണ്ടുപോകാനാണ് പദ്ധതി. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ, ലൈഫ് മിഷൻ CEO UV ജോസ്, യൂണിടാക് MD സന്തോഷ് ഈപ്പൻ, റെഡ് ക്രസന്റ് പ്രതിനിധികൾ എന്നിവർക്ക് പുറമെ പ്രമുഖ വ്യവസായി യൂസുഫ് അലി എന്നിവരെല്ലാം EDയുടെ വലയത്തിനുള്ളിലാണ്. ശിവശങ്കർ ജയിലിലുമാണ്. ഇതിലും മാരകമായ സാഹചര്യം സൃഷ്ടിച്ച് പിണറായി വിജയനെ ചുറ്റിമുറുക്കി നിർത്തിയ ശേഷം കേന്ദ്രാനുമതിയോടെ ചോദ്യം ചെയ്യലിന് വിളിക്കാനാണ് EDയുടെ പദ്ധതി. പിണറായി വിജയനെതിരെ ശക്തമായ തെളിവുകളില്ലാതെ ED ചാടി പുറപ്പെട്ടാൽ കേരളത്തിൽ നിന്ന് ഉയരാവുന്ന ജനരോഷത്തെയും ED കണക്കാക്കുന്നുണ്ട്. EDയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമാണ് ED കേരളത്തിലെ കേസുകൾ അന്വേഷിക്കുന്നത്. EDയുടെ ചോദ്യം ചെയ്യലിൽ യൂസുഫ് അലിയും ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ യൂസുഫ് അലിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും മുഖ്യമന്ത്രിക്ക് അഴിമതിയുമായി ബന്ധമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യമെന്ന് അറിയുന്നു. എന്തായാലും ED കേസ് തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്നതിനോടൊപ്പമാണ് ലോകായുക്ത കേസും പിണറായിയെ അലട്ടുന്നത്. കേരളത്തിലെ കോഴപ്പണം വിദേശത്ത് സ്വീകരിച്ച് ബിസിനസ് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നിലേറെ CPM നേതാക്കളുടെ ബന്ധുക്കളെ ED നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കേസ് CBI പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.